ഹായ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറേ പേര് നമ്മളോട് നേച്ചുറൽ ഹെയർ ഡൈ നേച്ചുറലാവണം, ഇൻസ്റ്റന്റ് റിസൾട്ട് ആവണം, ഇതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ ഇതിനെ കുറിച്ച് നമുക്ക് ഒരുപാട് ഹെയർ ഡൈ അവൈലബിൾ ആണെങ്കിലും ഞാൻ സത്യം പറഞ്ഞാൽ നമുക്ക് സമയം എടുക്കുന്നത് കൊണ്ട് ഞാൻ നേച്ചുറലല്ല ഉപയോഗിക്കുന്നത് കേട്ടോ. എനിക്ക് ആ കാര്യം ഉള്ളതാണ്, പക്ഷെ ഞാൻ നേച്ചുറലല്ല ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ പ്രോഡക്റ്റ് ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി എനിക്കിത് ഷെയർ ചെയ്താലേ പറ്റൂ. അപ്പോൾ ഏറ്റവും നേച്ചുറലായിട്ട് ഇതുവരെ ചെയ്ത സ്റ്റഡീസിൽ ഏറ്റവും നേച്ചുറലായിട്ട് കണ്ടുവരുന്നത് റിസൾട്ട് കണ്ടുവരുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒരു ദിവസം കൊണ്ട് കറുപ്പാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. 2 days എന്തായാലും എടുക്കും. അത് കഴിഞ്ഞ് 2 ദിവസം കൂടി കഴിഞ്ഞാലാണ് കട്ടക്കറുപ്പിലേക്ക് മാറുക. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മുടെ രാജസ്ഥാനി ഹെന്ന തന്നെ വേണം ഹെയർ ഡൈക്ക്. രാജസ്ഥാനി ഹെന്ന പൗഡർ വാങ്ങിക്കുക. അത് കട്ടൻ ചായയിൽ മിക്സ് ചെയ്തിട്ട് ഒരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യുക. അതിന് ശേഷം അത് അപ്ലൈ ചെയ്ത് 2 മണിക്കൂറിന് ശേഷം അത് വാഷ് ഔട്ട് ചെയ്ത് പിറ്റേന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ നീലിയാമ്പരി പൊടി അല്ലേ, നമ്മുടെ നീലിയാമ്പരി പൊടി എന്ന് പറഞ്ഞാൽ നീലിയാമ്പരി പൊടി നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിച്ചാൽ ഫലം കിട്ടത്തില്ലേ, ഹെയർ റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ നല്ലത് നമ്മുടെ അങ്ങാടി മരുന്ന് കടകളിലൊക്കെ നമുക്ക് നീലിയാമ്പരി, ഞാനൊക്കെ നമ്മുടെ ഹെയർ ഓയിലിൽ നീലിയാമ്പരി ചേർക്കുന്നതാണ്. അപ്പോൾ നീലിയാമ്പരി ഞാൻ മേടിച്ചിട്ട് അതിന് ചാറാണല്ലോ ആവശ്യം, ചാറാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങളും നേരെയുള്ളവർ നീലിയാമ്പരി മേടിക്കുക, ലീഫായിട്ട് മേടിക്കുക, ഫ്രഷ് ആയിട്ട് വാങ്ങിച്ചിട്ട് അത് ഉണക്കിയിട്ട് പൊടിക്കുക വെച്ചാൽ നമുക്ക് ഇരട്ടി ഗുണം കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നല്ല ബ്രാൻഡ് ഐറ്റം മേടിക്കുക, അതായത് നമ്മളെ പറ്റിക്കില്ല, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള സാധനമല്ലാന്ന് നമുക്ക് ഉറപ്പുള്ളത് വാങ്ങിച്ചിട്ട് അത് ഉണക്കി ആ പൊടി വാങ്ങിക്കാം. എന്നിട്ട് അത് നമ്മളൊരു വാം വാട്ടറിൽ, അതായത് നമുക്ക് ചൂടുണ്ടോ എന്ന് ചോദിച്ചാൽ ചൂട് ഇല്ല, തണുപ്പുണ്ടെങ്കിൽ തണുപ്പില്ല, ആ ഒരു പരുവത്തിൽ നോർമൽ വാട്ടറിൻ്റെ ഒരു കൺസിസ്റ്റൻസി വിടുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു കുഞ്ഞു ചൂടുള്ള വെള്ളത്തിൽ അതൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം അത് മുടിയിലേക്ക്, അതായത് ഹെന്ന പിറ്റേന്ന് അത് അപ്ലൈ ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഹെന്ന നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് 8 മണിക്കൂർ വെച്ചതിന് ശേഷം അപ്ലൈ ചെയ്യും കേട്ടോ. ഹെന്ന പൗഡർ, രാജസ്ഥാനി ഹെന്ന പൗഡറിൽ കട്ടൻ ചായ മിക്സ് ചെയ്തിട്ട് അത് 8 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം തലയിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ നന്നായി കളറ് ഡാർക്കിഷ് ഓറഞ്ചിലേക്കാണ് മാറുക ഹെന്ന ചെയ്ത് കഴിഞ്ഞാൽ. അതിന് ശേഷം പിറ്റേന്ന് നീലാമ്പരി ഇടുമ്പോഴാണ് നമ്മൾ ഡൈ ആവുക, അതായത് ബ്ലാക്ക് കളറിലോട്ട് മാറുക. അത് കഴിഞ്ഞ് അതിട്ട് 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ, 2 മണിക്കൂർ ഒക്കെ കഴിഞ്ഞാൽ അത് വാഷ് ഔട്ട് ചെയ്യുക നോർമൽ വാട്ടറിൽ. അപ്പോൾ സോപ്പോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കരുത്, നോർമൽ വാട്ടറിൽ വെറുതെ കഴുകി കളയാം കേട്ടോ. അത് കഴിയുമ്പോൾ അതിൻ്റെ പിറ്റേന്ന്, ആ നീലമരി ഇട്ടതിൻ്റെ പിറ്റേന്നാണ് കുറച്ചും കൂടി നന്നായിട്ടുള്ള കറുപ്പാവുക. അപ്പോൾ ഒരു 2 ദിവസം കൂടി വെയിറ്റ് ചെയ്ത് കട്ടക്കറുപ്പിലേക്ക് മാറുന്നതാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നേച്ചറിൽ എപ്പോഴും ടൈം എടുക്കും. ഇൻസ്റ്റൻറ്റ് ആവുക എന്ന് പറഞ്ഞാൽ അതിൽ കുഞ്ഞു കെമിക്കൽ അടങ്ങിയിരിക്കും. അമോണിയയുടെ കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് ഇട്ടപ്പോൾ തന്നെ കളർ കിട്ടുക. നമ്മൾ ഉപയോഗിക്കുന്നതും എളുപ്പത്തിന് അതാണ്, പക്ഷെ നമുക്ക് ഇരട്ടി ദോഷം ചെയ്യും. അപ്പോൾ ചെയ്യുന്നത് പ്രശ്നമില്ലാത്തവർ അതിനെ യൂസ് ചെയ്യുക, അല്ലാത്തവർ എന്നോട് നേച്ചറിൽ ആവശ്യപ്പെട്ടതുണ്ട്, നേച്ചറൽ ഓർഗാനിക് ചെയ്യൂ, ഡൈ ഓയിൽ ചെയ്യൂ, ഹെയർ ഡൈ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് പഠനങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവർ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ.